നമസ്കാരം. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ പാകിസ്ഥാൻ കരകയറിയിട്ടില്ല. ഒന്ന് ചിന്തിക്കാൻ പോലും അവസരം നൽകാതെയായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചത്. ആക്രമണം നടത്തിയതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യയും സേനയും കേന്ദ്രവുമൊക്കെ ഓരോ ദിവസവും പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അമിത്ഷായുടെ തുറന്നു പറച്ചിലിൽ വായും തുറന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ തകർക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടത്തിയ പരിപാടിക്കിടെയാണ് അമിത്ഷാ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ നുണകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് ഓപ്പറേഷൻ സിന്ദൂർ ആണെന്നും ചൈനയിൽ നിന്ന് കടമെടുത്ത പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാതെ കിടന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ കേന്ദ്രങ്ങളിൽ കൃത്യവും ആസൂത്രിതവുമായ ആക്രമണമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സംവിധാനം പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ നശിപ്പിക്കാൻ പ്രവർത്തിച്ചപ്പോൾ ചൈനയിൽ നിന്ന് കടമെടുത്ത സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കാതെ കിടന്നു. നമ്മുടെ വ്യോമസേന കൃത്യമായ ആക്രമണങ്ങൾ നടത്തി. അജയ്യമെന്ന് കരുതപ്പെട്ടിരുന്ന പാകിസ്ഥാനിലെ പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷയെക്കുറിച്ച് ചരിത്രം എഴുതുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സുവർണ ലിപികളിൽ എഴുതപ്പെടും എന്നും അമിത്ഷാ പറഞ്ഞു. മുൻകാലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ മാത്രമായിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ 100 കിലോമീറ്റർ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി. അതുവഴി അവിടെയുള്ള തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു. പാകിസ്ഥാൻ ലോകത്തോട് മുഴുവൻ പറഞ്ഞിരുന്നത് അവിടെ ഒരു ഭീകര പ്രവർത്തനവും നടക്കുന്നില്ലാതായിരുന്നു. ഇന്ത്യ തെറ്റായ പരാതികൾ നൽകുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തീവ്രവാദികളെ മിസൈലുകൾ ഉപയോഗിച്ച് വധിച്ചു. പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അമിത്ഷാ പറഞ്ഞു. അടുത്ത ദിവസം പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും പ്രാർത്ഥനകൾ നടക്കുകയും ചെയ്തു. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാന്റെയും ഭീകരതയുടെയും അവിശുദ്ധ ബന്ധം തുറന്നു കാട്ടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാൻ തീവ്രവാദികൾക്കായി താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. ഇതും അദ്ദേഹം സൂചിപ്പിച്ചു. 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. മെയ് 7 പുലർച്ചെ പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ സായുധ സേന 9 സ്ഥലങ്ങളിലായി 100-ലധികം ഭീകരരെ വധിച്ചു. ഈ ഓപ്പറേഷനുകൾ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു. ഇതോടെ മെയ് 10 വരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ശ്രമങ്ങൾ പരാജയപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുത അവസാനിപ്പിക്കാൻ ഒരു ധാരണയിലെത്തുന്നതുവരെ ഇന്ത്യ പാകിസ്ഥാനിലെ നിരവധി സൈനിക താവളങ്ങൾ നശിപ്പിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.